ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് സെയിം ആസ് 307? ഇതിലേതാണ് 307 തുല്യമായത്? ഇത് 30 + 7 37, 300 + 70 370, 3 + 0 + 7 എത്രയത് 10 ആണ്. 100 + 100 200 + 100 300 + 7 307. So option number D is the right answer. Next question, which will be the next two numbers in the number pattern shown below? താഴെ കൊടുത്തതിൽ അടുത്ത രണ്ട് നമ്പേഴ്സ് ഏതൊക്കെ? 4 7 10 13 എത്ര ആഡ് ചെയ്ത് വരുന്നു? യെസ്, 3 ആഡ് ചെയ്താണ് വരുന്നത്. അപ്പോൾ 13 കഴിഞ്ഞാൽ നെക്സ്റ്റ് വരേണ്ടത് 16 ആണ്. പിന്നെ വരേണ്ടത് ഏതാ? 19 ആണ്. യെസ്, അപ്പോൾ ഓപ്ഷൻ നമ്പർ സി ഈസ് ദ റൈറ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് യൂഷ്വലി മെഷേർഡ് ഇൻ സെൻറ്റിമീറ്റേഴ്സ്? ഇതിലേതാണ് സെൻറ്റിമീറ്ററിൽ അളക്കുന്നത്? ദ ലെങ്ത് ഓഫ് എ കാർ, ഒരു കാറിൻ്റെ നീളം സെൻറ്റിമീറ്ററിലാണോ? അല്ല, മീറ്ററിലാണ്. ദ ലെങ്ത് ഓഫ് എ പെൻസിൽ, അത് സെൻറ്റിമീറ്ററിലാണ്. ദ തിക്നെസ് ഓഫ് എ ഷീറ്റ് ഓഫ് പേപ്പർ, ഒരു പേപ്പറിൻ്റെ കട്ടി നമുക്ക് സെൻറ്റിമീറ്ററിൽ അളന്നാൽ കിട്ടുമോ? ഇല്ല, അത് മില്ലിമീറ്ററിലാണ്. ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ന്യൂഡൽഹി ആൻഡ് മുംബൈ, ഇത് കിലോമീറ്ററിലാണ്. സോ ഓപ്ഷൻ നമ്പർ ബി, പെൻസിലിൻ്റെ നീളമാണ് നമ്മൾ സെൻറ്റിമീറ്ററിൽ സ്കെയിൽ വെച്ചിട്ടൊക്കെ അളക്കുക അല്ലേ? ഓക്കെ. നെക്സ്റ്റ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് സെയിം ആസ് 2 × 71? ഇതിൽ 2 × 71 തുല്യമായത് എന്താ? 271 ആണോ? നോ. 71 2 + 71 ആണോ? അല്ല. 71 + 71 എത്ര 71 ഉണ്ട്? 271 ഉണ്ട്. അപ്പോൾ 2 × 71 എന്ന് പറയുമ്പോൾ 71 + 71. ഓപ്ഷൻ സി ഈസ് ദ റൈറ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ലുക്ക് അറ്റ് ദ പിക്ടോഗ്രാഫ്. ഇവിടെ ഒരു പിക്ടോഗ്രാഫ് കൊടുത്തിട്ടുണ്ട്. സ്പോർട്സ് പ്ലേഡ് ബൈ 3rd graders, 3ാം ക്ലാസ്സുകാരുടെ സ്പോർട്സിൻ്റെ ഒരു പിക്ടോഗ്രാഫാണ്. അപ്പോൾ കീഴിൽ കൊടുത്തിരിക്കുന്നത് ഇങ്ങനെ ഒരാളെ കാണിച്ചാൽ അതൊരു കുട്ടി എന്നാണ് അർത്ഥം. ഇറ്റ് ഷോസ് ദ നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഓഫ് ക്ലാസ് ഹു പ്ലേ ഡിഫറെൻറ്റ് സ്പോർട്സ്. ഇതിൽ സ്പോർട്സ് കളിക്കുന്ന കുട്ടികളുടെ എണ്ണമാണ് കൊടുത്തിട്ടുള്ളത്. ഹൗ മെനി മോർ സ്റ്റുഡൻസ് പ്ലേ ക്രിക്കറ്റ് ദാൻ കബഡി? കബഡിനേക്കാളും എത്രയാണ് ക്രിക്കറ്റ് കളിക്കുന്നവരുടെ എണ്ണം കൂടുതൽ? അപ്പോൾ കബഡി കളിക്കുന്നവർ എത്രയാണ്? 1 2 3 4 4 ക്രിക്കറ്റ് 1 2 3 4 5. അപ്പോൾ എത്ര ആളധികം ഉണ്ട്? യെസ്, 1 അല്ലേ? ഓപ്ഷൻ നമ്പർ എ ഇസ് ദ റൈറ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നേഹ മേഡ് 2 groups ഓഫ് ഫ്രൂട്ട്സ് ബൈ ലുക്കിംഗ് അറ്റ് ദ സീഡ്സ്. വിത്ത് നോക്കിയിട്ട് നേഹ ഫ്രൂട്ട്സിനെ 2 ഗ്രൂപ്പാക്കി മാറ്റി. ഗ്രൂപ്പ് പിയും ഗ്രൂപ്പ് ക്യൂവും. ക്വസ്റ്റ്യൻ ഇതാണ്, ഇൻ ടു വിച്ച് ഗ്രൂപ്പ് ഷുഡ് ഷീ പുട്ട് ലെമൺ ആൻഡ് ഗുവാവ? ലെമണിനെയും ഗുവാവയും ഇതിലേതിലാണ് അവൾ വെക്കേണ്ടത്? ഈ മാംഗോക്കും ലിച്ചിക്കും ജാമുനിൻ്റെയൊക്കെ പ്രത്യേകത എന്തോ 1 seeded ആണ്. ആപ്പിളും പപ്പായയും വാട്ടർമെലണൊക്കെ മെനി seeded ആണ്. അപ്പോൾ ലെമണും ഗുവാവ എന്നും പറയുമ്പോഴേ ഏതാ? അത് രണ്ടിനും കുറേ സീഡ്സ് ഉണ്ട് അല്ലേ? അപ്പോൾ ഇതിലാണ് വേണ്ടത്? ഗ്രൂപ്പ് ക്യൂവിൽ. അപ്പോൾ ഏതാ? ലെമൺ 2 ബോത്ത് ഇൻ ഗ്രൂപ്പ് ക്യൂ അല്ലേ? രണ്ടിനെയും ക്യൂവിൽ തന്നെയാണ് ഇടേണ്ടത്. ഓപ്ഷൻ ഡി ഈസ് ദ റൈറ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദീസ് ഈസ് മെയ്ഡ് ഫ്രം സംതിങ് ദാറ്റ് ഈസ് ഒബ്റ്റൈൻഡ് ഫ്രം എ ലിവിങ് തിങ്? ഒരു ജീവനുള്ള വസ്തുവിൽ നിന്നും ഉണ്ടാക്കിയ സാധനം ഏതാ? ഐസ് ക്യൂബ്, ക്ലേ പോട്ട്, കോയിൻസ്, കോട്ടൺ ഷർട്ട്. അപ്പോൾ ലിവിങ് തിങ് എന്ന് പറയുമ്പോൾ ജീവനുള്ള വസ്തു. ഇതിൽ കോട്ടൺ ഉണ്ടാക്കിയത് മരത്തിൻ്റെ പരുത്തിയുടെ കുരു എന്നല്ലേ? അതൊരു ജീവനുള്ള സാധനമാണ്. സോ ഓപ്ഷൻ നമ്പർ ഡി ഈസ് ദ റൈറ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഡസ് ദിസ് റോഡ് സൈൻ മീൻ? ഇതിൻ്റെ അർത്ഥം എന്താ? ദർ ഈസ് എ സ്കൂൾ നിയർ ബൈ, ദർ ഈസ് എ ഹോസ്പിറ്റൽ നിയർ ബൈ, ദർ ഈസ് എ റണ്ണിങ് ട്രാക്ക് നിയർ ബൈ, ദർ ഈസ് എ റോഡ് ക്രോസിംഗ് നിയർ ബൈ. ഇവിടെ ഏതാ റൈറ്റ് ആൻസർ? ദർ ഈസ് എ സ്കൂൾ നിയർ ബൈ അല്ലേ? ഒരു സ്കൂള് അടുത്തുണ്ട്. സ്കൂളിൽ ഉണ്ടാകുമ്പോഴാണ് ഇങ്ങനെയുള്ളൊരു സൈൻ ബോർഡ് കാണിക്കുക. Question 4, Hussein put the things shown below in different glasses of water and stirred them. After an hour, which of them will still be seen in the glass? ഈ 4 സാധനം വെള്ളത്തിലിട്ട് കലക്കി 1 മണിക്കൂർ കഴിഞ്ഞ് നോക്കി അതിലെന്താ ബാക്കി ഉണ്ടാവുക? ഉപ്പ്, സാൾട്ട് ബാക്കി ഉണ്ടാവുമോ? ഷുഗർ ക്യൂബ്സ് ബാക്കി ഉണ്ടാവുമോ? ഗ്ലാസ് ബീഡ്സ്, യെസ്, ഗ്ലാസ് ബാക്കി കിടക്കും. ഓക്കെ. ഐസ് ക്യൂബ് ബാക്കി ഉണ്ടാവുമോ? ഇല്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ആഫ്റ്റർ ഓപ്പണിംഗ് ദ നോട്ട്സ് വിച്ച് റോപ്പ് വിൽ ബി ദ ലോങ്ങസ്റ്റ്? ഇതിൽ കെട്ടയച്ചാൽ ഏതിൻ്റെ കയറായിരിക്കും കൂടുതൽ ഉണ്ടാവുക? ഒരു കെട്ടുള്ളത് കുറവായിരിക്കും, 2 അതിനേക്കാളും കൂടും. ഇതും 2 തന്നെ. 3 ആകുമ്പോൾ നല്ലോണം കയറുണ്ടാവും അല്ലേ? അപ്പോഴാണ് ഇത്ര വലിയ
ഈ ലെങ്ത്തിൽ 3 കെട്ട് കെട്ടാൻ പറ്റണമെങ്കിൽ ഇതിനാണ് ഏറ്റവും കൂടുതൽ. സോ ഓപ്ഷൻ നമ്പർ എ ഈസ് ദ റൈറ്റ് ആൻസർ. സോ ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് പറയാനുള്ളത്. സീ ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ടിൽ ദെൻ ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ.